പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുൻപിരുന്നൊരു ഇടവകയിൽ ആ ഒരു കാറ്റഗിസം HMൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആൾ പറയും, അച്ഛാ സമാധാനം. അച്ഛൻ സമാധാനം പറഞ്ഞില്ലല്ലോ. വലിയൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. എപ്പോഴൊക്കെ ഏതൊക്കെ വീട്ടിൽ കയറി ചെന്നാലും ഏതൊക്കെ ഇടങ്ങളിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണമെന്നുള്ളത് കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. വചനം പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, നിങ്ങൾ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ഷാലോം. ഈ കൊടുക്കുന്ന വാക്ക് വലിയ പ്രത്യാശയും സന്തോഷവുമാണ് ആ വീടിന് കൊടുക്കാൻ പോകുന്നത്. അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മളൊരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി, ആ വീട്ടിലേക്ക് നോക്കി, കർത്താവിൻ്റെ സമാധാനം ഈ ഭവനത്തിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ശാലോം ആശംസിക്കുക. ഇന്നത്തെ വായന മുഴുവൻ അതിൻ്റെ ഒരു ബേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുക. ചെല്ലുമ്പോൾ പറയേണ്ടത് പ്രത്യാശയുടെ സുവിശേഷമാണെന്നാണ് പറയണേ. ഒന്നാമത്തെ വായനയിൽ നമ്മളിത് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. കർത്താവ് പറയണത് മുഴുവൻ ഇങ്ങനെ സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. എൻ്റെ അനുകമ്പ ഊഷ്മളവും ആർദ്രവുമായിരിക്കുന്നു. ഞാൻ എൻ്റെ ഉഗ്രകോപം നടപ്പാക്കുകയില്ല. കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ. എഫ്രായിമിനെ ഞാൻ വീണ്ടും നശിപ്പിക്കുകയില്ല. ഞാൻ നിങ്ങളെ ഒരിക്കലും നശിപ്പിക്കാൻ വരികയില്ല. സമാധാനം കൊടുക്കുന്ന വചനങ്ങളുമായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് പോലെ ഈ ദൈവത്തിൻ്റെ നാമത്തിൽ ചെല്ലുന്ന മനുഷ്യർ ഓരോരുത്തരും കണ്ടുമുട്ടുന്നവരോടും കയറി ചെല്ലുന്ന ഇടങ്ങളിലും സ്വർഗത്തിൻ്റെ സമാധാനം ആശംസിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, അങ്ങയുടെ സമാധാനാശംസയുമായി ഈ ഭൂമിയുടെ അതിർത്തികളിലേക്ക് പോകാൻ, എല്ലാ ഇടങ്ങളിൽ കയറി ചെല്ലുന്നിടങ്ങളിലൊക്കെ അങ്ങയുടെ സമാധാനത്തിൻ്റെ വാഹകരാകാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. നമുക്ക് നിങ്ങളുടെ സമാധാനം സ്വീകരിക്കാൻ ആ വീട് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വീടിന് സമാധാനം കിട്ടുമെന്ന് പറയണേ. നിങ്ങൾ പറഞ്ഞാൽ മതി, വേറൊന്നും വേണ്ട. ഇത് നിങ്ങളുടെ നിയോഗമാണ്. കർത്താവ് ഓർമ്മപ്പെടുത്തണേ. മിണ്ടാതിരിക്കാനല്ല പറയണേ, ചെന്നിട്ട് സമാധാനം പറ. അത് സ്വീകരിക്കാൻ ആ വീടിന് യോഗ്യതയുണ്ടെങ്കിൽ ആ വീട്ടിൽ സമാധാനം നിറയും. അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരും. ഒരു ചെലവില്ലാത്ത കാര്യമല്ലേ ചെന്നിട്ട് മനുഷ്യരോട് സമാധാനം പറയാന്നുള്ളത്, അവർക്ക് സമാധാനം ആശംസിക്കുക എന്നുള്ളത്. എത്രയോ പേരാണ് ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ വാക്കുകൊണ്ട്, ഒരു ആശംസ കൊണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളിൽ അവർക്ക് വലിയ ആശ്വാസം നൽകാൻ പറ്റുമെങ്കിൽ, ഒരു ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്ക് മീതെ സ്വർഗത്തിൻ്റെ കരുതലുണ്ടെന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി മിണ്ടാതിരിക്കുന്നത്? ചെല്ലുന്നിടങ്ങളിലൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റവും കുറവും വിളിച്ചു പറഞ്ഞ് അവരുടെ പ്രയാസങ്ങളുടെ, മുറിവുകളുടെ ആഴം കൂട്ടി തിരിച്ചു പോരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ജീവിതത്തിന് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ എന്നൊന്ന് പറയാൻ സാധിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ദൈവമേ, അങ്ങേ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് സങ്കീർത്തന വാക്യം. ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ ഒരാളോട് പറയുമ്പോൾ അയാളുടെ ജീവിതത്തിനുണ്ടാകുന്ന കരുത്തെന്തായിരിക്കുമെന്ന്. കർത്താവെ, ദൈവമേ, അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. രക്ഷപ്പെടുന്നതിനെക്കുറിച്ചും സ്വർഗം വിട്ട് കർത്താവ് ഇറങ്ങി വരുന്നതിനെക്കുറിച്ചും നമ്മളെ ഒരിക്കലും നശിപ്പിക്കില്ല എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ചും അവിടുന്ന് തൻ്റെ കരുണയുടെ കയർ പിടിച്ച് നമ്മളെ നയിക്കുന്നുവെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് നിയോഗം കിട്ടിയ മനുഷ്യർ എന്തുകൊണ്ടാണ് ഇപ്പോഴും മിണ്ടാതിരിക്കുന്നത്? അല്ലെങ്കിൽ വാ തുറന്നാൽ നിരാശയുടെ സംസാരങ്ങൾ മാത്രമായി പോകുന്നേ. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിനകത്തൊരു വാക്ക് പോലും അവർക്ക് പ്രത്യാശയോടുകൂടെ കേട്ടിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വാ തുറക്കുന്ന നിമിഷങ്ങളിലൊക്കെ പ്രത്യാശയുടെ നിറഞ്ഞ സ്നേഹത്തിൻ്റെയൊക്കെ വാക്കുകൾ പുറത്തേക്കൊഴുകാൻ വേണ്ട, വചനം നിറയാൻ വേണ്ട, ഇങ്ങനെ വാക്കിനെ ജ്ഞാനസ്നാനപ്പെടുത്തി വചനം പറയുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് എന്നിരുന്നു കൊണ്ട് ആ വീടിനൊന്ന് സമാധാനം ആശംസിച്ച് നോക്കാം. ആദ്യം ദിവസങ്ങൾക്കുള്ളിൽ
നമ്മൾ ഈ പറയുന്ന സമാധാനത്തിൻ്റെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു തുടങ്ങുന്നത് കാണാൻ പറ്റും. എന്നിട്ട് പോയാൽ മതി മറ്റു വീടുകളിലേക്ക്. സ്വന്തം വീട്ടിൽ ആദ്യമൊന്ന് കയറി വരുന്ന നേരത്ത് ഈ വീടിന് കർത്താവിൻ്റെ സമാധാനം, വലിയ ചിലവൊന്നുമില്ലല്ലോ, ഒരൊറ്റ വാക്കുകൊണ്ട് ജീവിതത്തിലെ അസ്വസ്ഥതകൾക്ക് മീതെ കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ കരുതൽ പടരുമെങ്കിൽ അതൊന്ന് പറഞ്ഞു നോക്കണത് നല്ലതല്ലേ. എന്നിട്ട് നമ്മുടെ ജീവിതത്തിനും കുടുംബത്തിനും മാറ്റം വരുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇനി കയറി ചെല്ലുന്നിടങ്ങളിലൊക്കെ ആദ്യം ഒരു സമാധാനം പറ. ഷാലോം, ദൈവത്തിൻ്റെ സമാധാനം ഈ കുടുംബത്തിൽ നിറയട്ടെ. തമ്പുരാനെ, അങ്ങ് അരുളി ചെയ്തതുപോലെ സ്വർഗരാജ്യത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ദാനമായി കിട്ടിയ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് ദാനമായി കൊടുത്തുകൊണ്ട് അവിടുത്തെ സമാധാനം ആശംസിച്ചുകൊണ്ട് ഓരോ കുടുംബത്തിലേക്കും കയറി ചെല്ലാനായി ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്ന പട്ടണങ്ങൾക്ക്, ഭവനങ്ങൾക്ക് വലിയ അനുഗ്രഹം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നതോടൊപ്പം തന്നെ പറയും, അത് കേൾക്കാതെ തട്ടിക്കളയുന്നവന് സൊദോം ഗൊമോറയേക്കാൾ വലിയ പ്രയാസങ്ങളിലൂടെയായിരിക്കും കടന്നു പോകേണ്ടി വരിക. ആ പട്ടണത്തേക്കാൾ സൊദോം ഗൊമോറോ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതിനകത്ത് പോസിറ്റീവായിട്ട് എടുക്കാവുന്ന ഒരു കാര്യം, സൊദോം ഗൊമോറോ ദേശങ്ങൾക്ക് പോലും ആശ്വാസം ഉണ്ടാവുമെന്ന് പറയുന്ന കർത്താവ് വെറുതെ വിട്ടുകളയാനല്ല പറഞ്ഞത്, അവർക്ക് പോലും ആശ്വാസം കർത്താവ് ഇങ്ങനെ വാഗ്ദാനം പറയുന്നുണ്ടെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ സമാധാനം കുടുംബത്തിൽ നിറയാനായിട്ട് ആഗ്രഹത്തോടു കൂടി ഒരു ഭവനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഭവനങ്ങളും ഈശോയുടെ സന്തോഷത്താലും സമാധാനത്താലും നിറയുമല്ലോ. ഈശോയെ, ഞങ്ങളുടെ നാവുകളിൽ എപ്പോഴും ഈ ഷാലോം എന്ന വാക്ക് നിറഞ്ഞു നിൽക്കട്ടെ. കയറി ചെല്ലുന്ന ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന മനുഷ്യരോടും അവിടുത്തെ സമാധാനം പ്രഘോഷിക്കുന്നവരായി തീരാൻ ഈശോയെ, അസീസി പുണ്യാളൻ്റെ ആ പ്രാർത്ഥന ഞങ്ങളൊന്ന് ആവർത്തിക്കുന്നു. കർത്താവേ, എന്നെ അവിടുത്തെ സമാധാനത്തിൻ്റെ ഉപകരണമാണ്. വലിയ ആശീർവാദത്തിനായി വിശ്വാസത്തോടുകൂടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അവിടുത്തെ സമാധാനത്തിൻ്റെ ഉപകരണമായി ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹം തരണമേ എന്ന്, അതിനുള്ള വലിയ തെളിച്ചം തരണമേ എന്ന്, ആ സമാധാനം വിളിച്ചു പറയാനായിട്ടുള്ള ധൈര്യം തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,